ജോസിൻ, ഈ കാണുന്ന ഫോട്ടോയിൽ താങ്കളുടെ കൂടെ അനേകം വ്യക്തികളുണ്ട്. പക്ഷെ താങ്കൾക്കൊന്ന് ഓർക്കാമോ ഏത് ദിവസമാണത്? ഓർമ്മയുണ്ടോ? ഇത് ഞാൻ തന്നെയാണോ? നിങ്ങൾ തന്നെയാണ്. ഓർമ്മകൾ പുറകിലോട്ട് പോകട്ടെ. ഒരു പക്ഷെ ഞാനാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കുന്ന എൻ്റെ സുഹൃത്ത് സുനിലാണ്. സുനിലിൻ്റെ ബേസിലൂടെയുണ്ട്. അതെ, എവിടെ വ്യക്തി? ശരിയാണോ? അതെ, നിങ്ങൾക്ക് വേണ്ടി ഇന്നീ ദിവസം വളരെ കൂടുതൽ യാത്ര ചെയ്തിട്ട് വ്യക്തിയാണല്ലോ. പിന്നെ കൂടെയുള്ള ആരെങ്കിലും നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് കിടക്കാം. എല്ലാവരെയും അറിയാം. അതെ, എൻ്റെ അപ്പച്ചനും അമ്മയും ഞങ്ങൾ സിസ്റ്ററായ സമയത്ത് പോയ നാലും ചെറുമാരും നാലുപേരുമാണ്. നടുത്തല ഉറക്കി. അതെ, അതിമനോഹരമായ ഫാമിലി ഫോട്ടോ. ഇത് വീണ്ടും മൂത്തയായിട്ടും രണ്ടാമത്തെ ചേർന്ന് ഞാൻ പൊടി വീശ മുളക്കും പ്രായം. അതിപ്പോഴും മുളയ്ക്കുന്നേ ഉള്ളൂ. അത് ശരി, എനിക്ക് ഇത്ര പ്രായമൊന്നും ആയില്ല. അത് ശരി. അതുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയത്. കൊച്ചാ, ഇതും ചേട്ടന്മാരെ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ ബെന്നിയാണ് ഞാൻ അത് ചെയ്യുന്നത്. പിന്നെ ബെന്നി പറഞ്ഞ് ബെന്നിയല്ലല്ലോ. വീണ്ടും പൊടി വീശ. ഇതെല്ലാം ജോസിന്റെ ഓരോ കാലഘട്ടങ്ങളാണ്. ജോസിന് ജോസിൻ പറയുന്നത് അടുത്ത ഇതാരുടെ കല്യാണം? പെങ്ങളുടെ ഇത് അപ്പച്ചൻ മരിച്ചതിന് ശേഷം വളരെ അറ്റാച്ച്മെന്റ് നൽകുന്ന ഒരു ഫോട്ടോ. അതെ, ഞാൻ ഹൈസ്കൂളിൽ പഠിച്ച കുമാരനല്ലൂർ DVHS ഹൈസ്കൂൾ. ഏത് വർഷമാണ്? അതെ, എത്രാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു? 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. ഇവിടെ ആരെങ്കിലും സ്കൂളിൽ കൊണ്ട് പരിചയം? സ്കൂളിൽ പഠിച്ച ബേസിലുണ്ട്. ശരി, കൈയൊന്ന് ഉയർത്തി. സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ നിന്നായിരിക്കും SSLC പാസ്സായത്. അതെ, എല്ലാ വിഷയത്തിലും A+. പുറകിൽ കുറവില്ല. സ്കൂളിൽ പിന്നെ നിങ്ങൾ വീട്ടിൽ സ്കൂളിൽ പോകാറില്ല. ഇതെങ്ങനെ കിട്ടി ഈ സെലക്ഷൻ? ആള് മാറിപ്പോയത്. അതെ, അതൊന്ന് കേൾക്കട്ടെ. ആൾക്കത് പറയാനായിട്ട് കല്യാണം ഉറപ്പിച്ചു. ഞാനന്ന് ദുബൈയിലായിരുന്നു, പിന്നെ UK-യിലായിരുന്നു. ഓൺലൈൻ വഴിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് എല്ലാം. അപ്പോൾ കല്യാണം വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ചില്ല. ഞങ്ങൾ ഇവിടുന്ന് ഉറപ്പിച്ചു. അതിനുശേഷം പിന്നെ ഇവിടുന്ന് ഞാൻ ദുബൈയിൽ നിന്ന് ചെന്നതിന് ശേഷം ആ സമയത്ത് പിന്നെ ജോയിച്ചേട്ടൻ്റെ അടുത്ത് ചെറുക്കനെ പറ്റി അഭിപ്രായം ചോദിച്ചു. കാരണം ജോയിച്ചേട്ടൻ അഭിപ്രായം ചോദിച്ചപ്പോൾ ജോയിച്ചേട്ടൻ നാട്ടിലുള്ള ഒരു നല്ല മര്യാദക്കാരനായിട്ടുള്ള ഒരു പയ്യൻ. ഞാൻ മര്യാദയല്ല എന്നല്ല കേട്ടോ, എന്നാലും അതിനേക്കാളൊക്കെ ഭയങ്കര ഒരു പയ്യനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നല്ല പയ്യനെ ഒരു കുഴപ്പമില്ല, ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. കെട്ടിക്കോളാൻ പറഞ്ഞു ജോജി പറഞ്ഞു. കെട്ടിക്കോളാൻ പറഞ്ഞു. ജോജി ചേട്ടാ എവിടെ? നേരാണിത്, നേരാണ് അല്ലേ? നല്ല അഭിപ്രായം പറഞ്ഞു കേട്ട്. അത് ശരി, ജോജിയാണ് ഇതിന്റെ വില്ലൻ. അതെ അതെ. അതിനുശേഷം അപ്പം അതിനുശേഷം ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇവിടെ വന്ന സമയത്ത് ആദ്യമേ ഈ ചേച്ചിയുടെയൊക്കെ അടുത്ത് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും
ഞങ്ങൾ എനിക്ക് ഒരു ഇന്റർവ്യൂവിനെ പറ്റി വന്നതാണ്. അങ്ങനെ ചെന്ന് വീട്ടിൽ കയറി ചെന്നപ്പോഴാണ് എന്നെ കാണുന്നത്. വീട്ടിൽ പറഞ്ഞു ഇത് പറ്റില്ലെന്ന് പറഞ്ഞു. ആള് മാറിപ്പോയി. ഞാൻ ഈ ആളെയല്ല ഉദ്ദേശിച്ചത്. ഇയാളുടെ അഭിപ്രായമല്ല പറഞ്ഞത്. ഇങ്ങനൊരു മഹാപ്രശ്നമാണ്. ആള് മാറിപ്പോയത് ഭയങ്കര പ്രശ്നക്കാരനാണ്. ഞാൻ അഭിപ്രായം പറഞ്ഞ ആൾ ഇതല്ല. ഞാൻ പറഞ്ഞ ആൾ ഇതല്ല. ജോജി ഇത് തന്നെയാണ്. ജോജി പറയൂ. അബദ്ധം പറ്റി. ഏതായാലും അന്ന് മുതൽ ഡിന്നി സാടാ. ഞാൻ വിചാരിച്ചു ഡിന്നി ഏതായാലും പെട്ടുപോയല്ലോ, കിട്ടിയതുകൊണ്ട് അങ്ങ് താങ്ങി നടന്നേക്കാണെന്ന് വിചാരിച്ചു. എന്ത് വരെ ചിന്ത ഏതായിരുന്നു. പക്ഷെ ഇത്രയും സ്പെക്ടീസ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി ഡിന്നിക്ക് ആള് മാറിയില്ല, ജോയിച്ചേട്ടന് മാറിയില്ല. ഇനി ജോയിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ വളരെ രസകരമായ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ചേട്ടന് ഫീൽ ചെയ്താലും ഞാനിവിടെ പറയാം കേട്ടോ. ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞ് അന്ന് കിട്ടിയില്ല. ഞങ്ങൾ കേബിൾ ടൗണിൽ പോയിട്ട് തിരിച്ച് വീണ്ടും ഡാർലിംഗത്തിന് വന്നപ്പോഴത്തേക്കും ജോയിച്ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ഉപദേശം തന്നു. എന്താണ്? ഇങ്ങനെയൊക്കെ പോയാൽ പോരാ, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കണം, കുട്ടികളൊക്കെ ആകണം. അതെ, ഉടനെ നമ്മൾ താമസിപ്പിക്കരുത്. അത് കഴിഞ്ഞ് ജോയിച്ചേട്ടൻ ഡിന്നിയുടെ മുഖത്തോട് നോക്കി ഒരൊറ്റ ഡയലോഗ് കൂടെ പറഞ്ഞു. എന്താണ്? എന്തെങ്കിലും ഹെൽപ്പ് വേണേ പറഞ്ഞാൽ മതി. ജോയിച്ചേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ആള്